തലസ്ഥാന നഗരത്തിലെ ജനങ്ങൾക്ക് പാർവതി പുത്തനാർ ഒരു ഭയമായി മാറിയിട്ട് കാലം ഒരുപാടായി. തിരുവനന്തപുരം നഗരത്തിന്റെ മാലിന്യവാഹിയായി ഒഴുകുന്ന പാർവതി പുത്തനാർ പുനരുജ്ജീവിപ്പിക്കണം എന്ന ആവശ്യം കാലങ്ങളായി ഉയരുകയാണ്. എന്നാൽ തോടിന്റെ വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച പാക്കേജിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ജനങ്ങൾ. പാക്കേജുകൾ അപര്യാപ്തം എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പാക്കേജിനെതിരെ സംയുക്ത സമരസമിതി രൂപീകരിച്ച് പ്രക്ഷോഭം തുടങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ദേശീയ ജലപാത പദ്ധതിക്ക് പൂന്തുറ SM ബ്ലോക്കിലെ ജനങ്ങൾ എതിരല്ല. എന്നാൽ തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് താമസിക്കുന്നവർ ഈ പദ്ധതിയെ ചൊല്ലി ഇപ്പോൾ ഉത്കണ്ഠയിലും ആശങ്കയിലുമാണ്. കുടിയിറക്കപ്പെടുന്നതിന് പകരമായി പുതിയ ജീവിതം തുടങ്ങുന്നതിന് വീടും വസ്തുവും വാങ്ങുന്നതിന് ഉചിതമായ നഷ്ടപരിഹാരം വേണമെന്നതാണ് ഇവരുടെ ആവശ്യം. തെക്കേ ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിലൊന്നാണ് മനുഷ്യനിർമ്മിതിയായ പാർവതി പുത്തനാർ. 1824 തിരുവിതാംകൂർ റീജന്റായിരുന്ന റാണി ഗൗരി പാർവതിഭായാണ് തിരുവനന്തപുരത്തെ വള്ളക്കടവ് മുതൽ വർക്കല ശിവഗിരി കുന്നുവരെയുള്ള കായലുകളെ കോർത്തിണക്കി ഈ ജലപാത നിർമ്മിച്ചത്. ഇപ്പോൾ ദേശീയ ജലപാത പദ്ധതിയുടെ ഭാഗമായാണ് പാർവതി പുത്തനാറിന്റെ ഇരുകരകളിലുമുള്ള ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഇതിന് പകരമായി സർക്കാർ പ്രഖ്യാപിച്ച പാക്കേജാണ് ജനങ്ങളുടെ കടുത്ത എതിർപ്പിന് ഇടയാക്കിയത്. 60 വർഷത്തിലേറെയായി കരകളിലെ പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്നവർക്ക് സർക്കാർ പ്രഖ്യാപിച്ചത് 10 ലക്ഷം രൂപ മാത്രം. 35 മീറ്ററാണ് പദ്ധതിക്കായി വിജ്ഞാപനത്തിൽ പറയുന്നത്. എന്നാൽ ഇത് 30 മീറ്ററായി ചുരുക്കിയാൽ 30% വീട്ടുകാർക്കും തീരത്ത് തന്നെ താമസിക്കാൻ കഴിയും. കടലോരവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളുടെ ജീവിതമാർഗം. ഞങ്ങളെ ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് കാട്ടാക്കടയിലോ നെടുമങ്ങാടോ പോയി താമസിക്കാൻ കഴിയില്ല. ഞങ്ങൾ ഇതിൻ്റെ പരിസരത്ത് തന്നെയാണ് താമസിക്കേണ്ടത്. കാരണം ഞങ്ങളുടെ തൊഴിലാണിത്. കടൽ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, ഐസ് ഉടയ്ക്കുന്നവൻ, മത്സ്യ കച്ചവടം ചെയ്യുന്നവൻ, മത്സ്യം പിടിക്കാൻ പോകുന്നവൻ, അതുപോലെ തന്നെ മറ്റ് മത്സ്യവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് മറ്റൊരു സ്ഥലത്ത് പോയി ജീവിക്കാൻ കഴിയില്ല. ഒരു കുടുംബം ഇവിടെ നിന്ന് മാറിപ്പോകുന്നതിന് 10 ലക്ഷം രൂപ നൽകുമെന്നാണ് പറയുന്നത്. പക്ഷേ 10 ലക്ഷം രൂപയ്ക്ക് ഇതിൻ്റെ പരിസരത്ത് 1/4 സെൻറ്റ് സ്ഥലം പോലും വാങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ എങ്ങനെയാണ് മാറി താമസിക്കുന്നത്? സ്ഥലം ഏറ്റെടുക്കുന്നതിനായി മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചിരിക്കുന്നത് പലയിടത്തും പല അളവിലാണ്. 50 മീറ്റർ വരെ മിക്കയിടത്തും ഏറ്റെടുക്കാനായി മഞ്ഞക്കുറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് മാന്യമായ നഷ്ടപരിഹാരം, ഓരോ കുടുംബത്തിനും ഞങ്ങൾക്ക് അർഹതമായ നഷ്ടപരിഹാരം കിട്ടിയാലേ ഞങ്ങൾ ഇവിടെ നിന്ന് മാറുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് ഇത് വലിച്ചെറിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരിടത്ത് പോകാനും പറ്റില്ല. അത് പോയിട്ട് ഈ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും തന്നെ ഞങ്ങൾക്ക് സ്ഥലവും വാങ്ങി വീടും വെച്ച് തരണം. ആറിന്റെ കരകളിൽ രേഖകളുള്ള ഭൂമിയിൽ താമസിക്കുന്നവരുടെ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ നൽകേണ്ട പാക്കേജുകൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. 1275 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിക്കാൻ പദ്ധതിയിട്ടിട്ടുള്ളത്. വ്യാപാര സ്ഥാപനങ്ങൾക്ക് പ്രത്യേക പാക്കേജ് വേണമെന്നും കുടിയൊഴിക്കപ്പെടുന്നവർക്ക് തൊഴിലിൽ മുൻഗണന നൽകണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം. പാർവതി പുത്തനാറിന്റെ ഇരുകരകളിലും താമസിക്കുന്നവർ രാഷ്ട്രീയ ഭേദമന്യേ ഇപ്പോൾ സമരത്തിലാണ്. ഇവരുടെ ആശങ്ക അകറ്റി സുതാര്യമായി പദ്ധതി നടപ്പാക്കണമെന്നാണ് ആവശ്യം. നിലനിൽപ്പും കിടപ്പാടവും ഇല്ലാതായാൽ വാടക വീടുകൾ മാത്രമാണ് ഈ കുടുംബങ്ങൾക്ക് ആശ്രയം. VA ഗിരീഷ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. അർഹമായ നഷ്ടപരിഹാരം നൽകണം എന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. പ്രതികരണങ്ങളിലേക്ക്. ഈ ആറ്റിൻ്റെ അരുവത്ത് ഈ ചെറിയ ചെറിയ കട റൂമുകൾ വെച്ച് നിത്യ ജീവിതമാർഗം നോക്കി പോകുന്ന ആൾക്കാരാണ്. അപ്പം അവരെ ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമായ കാര്യമാണ്. ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. എനിക്ക് 4 മക്കളുണ്ട്. 4 കുടുംബവും എൻ്റെ അടുത്ത് തന്നെ. ഞങ്ങൾക്ക് എൻ്റെ മക്കൾക്ക് സ്വന്തമായിട്ട് ഒരു കിടക്കടവും ഇല്ല. ഞങ്ങൾ ഇവിടെ കൊണ്ട് ജീവിച്ച് ഇപ്പം പെട്ടെന്ന് വന്നിട്ട് മാറണമെന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കൂല. നമുക്ക് ഇതേപോലെ ഒരു വീട് വെച്ച് പോകാനുള്ള സാമ്പത്തികമൊന്നുമില്ല. എവിടെയെങ്കിലും കൊണ്ട് 10 ലക്ഷം രൂപ തരാം. ഞങ്ങൾ 52 വർഷമായി ഇവിടെ വന്നിട്ട് ഈ 10 ലക്ഷം രൂപയും കൊണ്ട് എവിടെ പോകും? ഒരു പട്ടിക്കൂട് കേട്ടാൽ 10 ലക്ഷം രൂപ ചില ഞങ്ങളൊരു കുടുംബമായിട്ട് താമസിക്കണേ. ഞങ്ങൾക്ക് 10 ലക്ഷം രൂപ തന്നാൽ ഞങ്ങൾ എവിടെ പോകും? ഞങ്ങൾക്ക് എവിടെയെങ്കിലും സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച് ഞങ്ങൾക്ക് തരണം എങ്കിൽ നമ്മൾ മാറിക്കൊടുക്കാം. അല്ലെങ്കിൽ അതിന് ഏറ്റ പ്രതിഫലമായിട്ട് അവരെന്തെങ്കിലും ചെയ്താൽ നമ്മൾ മാറിക്കൊടുക്കാം. ഞങ്ങൾക്ക് ജീവിക്കാൻ ഇവിടെ അല്ലാതെ മറ്റൊരു സ്ഥലത്ത് പോയാൽ ജീവിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു പ്രദേശമാണ്. അപ്പോൾ പെട്ടെന്ന് വന്നിട്ട് സർക്കാർ വെറും പെറമ്പോക്ക് ഭൂമിയിലാണ് നമ്മൾ താമസിക്കുന്നവർക്ക് പോലും വെറും 10 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഇവർ മാറിപ്പോകാൻ പറയുന്നത്. വീടിന് തുച്ഛമായ സ്ക്വയർ ഫീറ്റിൻ്റെ വിലയും. അപ്പോൾ ഇവിടെ 11 ലക്ഷം രൂപയ്ക്ക് തന്നെ സർക്കാർ തന്നെ ഞങ്ങൾക്ക് ഇവിടെ 2 സെൻറ്റ് സ്ഥലം വാങ്ങി അതിലൊരു വീട് വെച്ച് തന്ന് കാണിച്ചു തന്നാൽ മതി. ഞങ്ങൾ അങ്ങോട്ട് മാറാൻ തയ്യാറാണ്.